നമസ്കാരം. ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സുധീഷ് ഗുരുവായൂരിൻ്റെ അടുത്താണ്. ഗിന്നസ് വേൾഡ് റെക്കോർഡൊക്കെ ഉള്ള സുധീഷ് ഗുരുവായൂരിൻ്റെ അടുത്ത്. നമസ്കാരം. നമസ്കാരം. ഒരു കർഷകൻ എന്ന നിലയിലാണ് ഇപ്പോൾ താങ്കളെ ഒരുപാട് അറിയപ്പെടുന്നത്. അതെനിക്ക് ഇഷ്ടം. കർഷകൻ എന്നറിയപ്പെടാനാണ് ഇഷ്ടം. അതെനിഷ്ടം. എങ്ങനെയാണ് കാർഷിക രംഗത്തേക്ക് കാൽവെക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഞങ്ങളൊരു കൃഷി കുടുംബം എന്നല്ല. ആക്ച്വലി നമ്മൾ അമ്മ ഹൈസ്കൂൾ ടീച്ചറും അച്ഛൻ ഇവിടെ ഷാജർ ഡിസ്ട്രിക്റ്റിലെ ഡയറക്ടർ പേഴ്സണൽ ഡ്രൈവറായിരുന്നു. പിന്നെ അങ്ങനെ നാട്ടിൽ ഗുരുവായൂരല്ലേ, അറിയാലോ, സിറ്റിയിൽ തന്നെയാണ്. അങ്ങനെ ഭയങ്കരമായിട്ട് കുറേ സ്ഥലങ്ങളൊന്നും ഇല്ല അവിടെ. അപ്പോൾ പൊതുവേ ഈ പ്രവാസിയായിട്ട് നമ്മുടെ ആൾക്കാരെത്തുമ്പോൾ നമ്മൾ ഇപ്പം വൈറ്റ് കോളർ ജോബുകളാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. കാരണം അതാണ് ഇഷ്ടം. കിട്ടാൻ മാർഗമുണ്ടെങ്കിൽ ഒരു കാരണവശാലും അതിൽ നിന്ന് മാറില്ല. അതിൽ എന്തെങ്കിലുമൊക്കെ പിടിച്ചു നിൽക്കാൻ പോകും. അവിടെ നിന്ന് സുധീഷിനെ നോക്കി കാണുമ്പോൾ സുധീഷ് മറ്റൊരു ജോബ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ജോബ് ഉണ്ടായിരുന്ന സുധീഷ് അഗ്രികൾച്ചറിലോട്ട് ജമ്പ് ചെയ്ത് വരുന്നു. ഞാൻ പറഞ്ഞല്ലോ, കൃഷി അങ്ങനെയാണ് തുടക്കം എന്ന് പറയുന്നത്. കൃഷി കുടുംബം എന്നല്ല. ഇവിടെ വന്നിട്ട് ഷാജ ഇലക്ട്രിസിറ്റിയിൽ കയറുന്നു. ഇലക്ട്രിക്കൽ എഞ്ചിനീയറായിരുന്നു, പഠിച്ചിട്ട് ഇലക്ട്രിസിറ്റി കയറി. അവിടെ നിന്നുകൊണ്ട് തന്നെ കൃഷിയിലോട്ട് വരികയായിരുന്നു. വൈഫ് കല്യാണം കഴിഞ്ഞ് 2000-ലാണ്. അപ്പോൾ 2000 തന്നെ അവിടെ വന്നു. അതിനുശേഷം കൃഷി ചെറിയ രീതിയിൽ ഇങ്ങനെ ആരംഭിക്കുകയാണ്. ഇലക്ട്രിസിറ്റിയുടെ പുറത്ത് കോമ്പൗണ്ടിലൊക്കെ നിന്ന് കൃഷി ചെയ്ത് പഠിക്കാനുള്ളൊരു അവസരമുള്ളപ്പോൾ അത് വേണ്ട രീതിയിൽ വിനിയോഗിച്ചെന്ന് പറയാം. കൃഷി എങ്ങനെയാണ് കൃഷി ചെയ്യണമെന്ന് ഉണ്ടായാൽ മാത്രം പോരല്ലോ. ഒരു കൃഷി ഒരു തൈകൾ നട്ടാൽ അതിനെ പരിപാലിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിനൊക്കെ നോക്കണമുണ്ട്. കാരണം അതിന് വരുന്ന കേടുകൾ, അത് ഗ്രോ ചെയ്യാനായിട്ട് എങ്ങനെയാണ്, അതിന് വളർച്ച എങ്ങനെയാണ്, ഇതൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ പഠിച്ചെടുക്കണം. പഠിച്ച് ഇങ്ങനെ ഒരു ഉണ്ടാക്കി പോകാൻ മരുന്നുകളൊക്കെ ഉണ്ടാക്കി പഠിച്ചെടുത്തിട്ടാണ് ഞാനിങ്ങനെ ഒരു ഇതിലോട്ട് തിരികണത് തന്നെ. ഫസ്റ്റ് ലിംക ബുക്ക് ഓഫ് റെക്കോർഡിലാണ് ഫസ്റ്റ് എനിക്ക് 2012-ലാണ് എൻ്റെ ആ തോട്ടത്തിലൊരു വലിയ വെണ്ടയ്ക്കുണ്ട്. എത്ര ഉണ്ടാവും? 16.5 ഇഞ്ചാണ്. അത് ആക്ച്വലി 17 ഇഞ്ച് വരെ എത്തിയത്. അത് കുറേ ഫ്രണ്ട്സ് പറഞ്ഞു ഇങ്ങനെ നല്ല നീളം കണ്ടപ്പോൾ ഒരു ചെടിയിൽ നിന്ന് കുറേ, ആ ഒറ്റ ചെടി തന്നെ കുറേ വെണ്ടയ്ക്ക ഉണ്ടായി വലിയ നല്ല നീളത്തിൽ. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാൻ പറഞ്ഞു ഗൂഗിളിൽ. ഇത്രയും വലിയ വെണ്ടയ്ക്കും അതിശയം കണ്ടപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ വേറെ എവിടെയോ ഇതിലേക്ക് കുറവായിരുന്നു. 13 സംതിങ് ഉണ്ടായുള്ളൂ. അപ്പോൾ അങ്ങനെ ഇത് നമ്മൾ 16.5 ഇഞ്ച് ആയപ്പോൾ തന്നെ ഞങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കി. ഗൂഗിളിൽ അടിച്ച് അങ്ങനെ ലിംക ബുക്ക് ഓഫ് റെക്കോർഡിലേക്ക് അപ്ലൈ ചെയ്തിട്ട് അപ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ അവർ അങ്ങനെയാണ് ഞങ്ങൾക്ക് മെയിൽ വരുന്നത്, ഇങ്ങനെ റെക്കോർഡ് ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മറ്റുള്ളവരൊക്കെ അറിയിച്ചു. എല്ലാ ചാനലും ഉണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര അത് ഫസ്റ്റ് തുടക്കം അതാണ്, വെണ്ടയ്ക്ക തന്നെയാണ്. ഓക്കെ. അങ്ങനെ എത്ര അവാർഡുകൾ ഇതുവരെ? അത് 2012 വെണ്ടയ്ക്കയുടെ ലിംക ബുക്ക് റെക്കോർഡ് കിട്ടിയപ്പോൾ അങ്ങനെ ആ ന്യൂസ് എനിക്ക് ഒരുപാട്, അന്നത്തെ മുഖ്യമന്ത്രി നമ്മുടെ ഉമ്മൻചാണ്ടി സാറായിരുന്നു. അപ്പോൾ അത് അവർ അറിഞ്ഞിട്ട് ഇങ്ങനെ ഇവിടെ വന്നപ്പോൾ എന്നെ മീറ്റ് ചെയ്തു. എനിക്കൊരു അവാർഡ് കിട്ടി. ആള് ഷാജന്തിന അസോസിയേഷൻ്റെ മുഖേന അവിടെ ഞാൻ മെമ്പർ കൂടിയാണ്, ഷാജന്തിന അസോസിയേഷൻ മെമ്പറല്ലേ. അപ്പോൾ അന്നത്തെ പ്രസിഡന്റ് പയ്യ റഹീം ഇടപെട്ട് എല്ലാവരും ഇതുകൊണ്ട് സപ്പോർട്ടും ഉണ്ട്. അങ്ങനെ എനിക്ക് അവിടെ ഒരു ഇത് കിട്ടി. അതിനുശേഷം ആൾക്ക് ഭയങ്കര അതിശയായി. ഉമ്മൻചാണ്ടിക്ക് ആൾക്കും കൃഷി ഭയങ്കര താല്പര്യമുള്ള ആളായിരുന്നു. ആള് ഇങ്ങനെ അന്നത്തെ സംസ്ഥാന അവാർഡിൻ്റെ പരിഗണിക്കായിരുന്നു. 2012 കർഷക അവാർഡായിരുന്നു, കോട്ടയത്ത് വെച്ചായിരുന്നു. അതാണ് ആദ്യത്തെ ഫസ്റ്റ് പ്രവാസി കർഷകനുള്ള സംസ്ഥാന അവാർഡ്. ആദ്യമായിട്ട് എനിക്ക് കിട്ടി. അങ്ങനെ ഒരു സംസ്ഥാന അവാർഡ്, അങ്ങനെ ഒരു കാറ്റഗറി ഇല്ല ആക്ച്വലി, അങ്ങനെ അറിയാൻ പറഞ്ഞത്. പക്ഷെ ഇത് കണ്ടപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു അവാർഡ് എന്തായാലും പ്രാവശ്യം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ അവാർഡിലോട്ട് പരിഗണിക്കുകയായിരുന്നു. 2012 സംസ്ഥാന അവിടെ ഓഗസ്റ്റ് കർഷക ദിനത്തിനാണ് കിട്ടിയത്. കോട്ടയത്ത് വെച്ചായിരുന്നു. അങ്ങനെ അത് ഒരു രണ്ട് സംസ്ഥാന അവാർഡ് കിട്ടി. രണ്ടാമത് സംസ്ഥാന അവാർഡ് എന്ന് പറഞ്ഞിട്ട് ഗിന്നസ് കിട്ടിയല്ലോ. ഗിന്നസ് 2018 അപ്പോൾ ഗിന്നസ് റെക്കോർഡ് കിട്ടിയപ്പോൾ അതും അങ്ങനെ എനിക്ക് സംസ്ഥാന അവാർഡിന് വേണ്ടി പരിഗണിച്ചിരുന്നു. അത് ഒരു കറിവേപ്പ് ചെടിയിൽ നിന്ന് സ്റ്റമ്പ് കട്ട് ചെയ്തിട്ട് സാപ്ലിങ്സ്, കൂടുതൽ സാപ്ലിങ്സ് ഉണ്ടാക്കണം. അങ്ങനെ 5000 സാപ്ലിങ്സ് ഉണ്ടാക്കിയിരുന്നു ഒറ്റ ചെടി. അപ്പോൾ അങ്ങനെ 5000 സാപ്ലിങ്സ് ഉണ്ടാക്കിയ റെക്കോർഡായിരുന്നു ഗിന്നസ് കയറിയത്. ഏറ്റവും കൂടുതൽ സാപ്ലിങ്സ് എന്നുള്ള ഒരു കാറ്റഗറിയിൽ എണ്ണം. അങ്ങനെ അത് അറിഞ്ഞപ്പോൾ അത് സംസ്ഥാന അവാർഡിന് 2018-ഉം 2012 സംസ്ഥാന അവാർഡ് കിട്ടി. പിന്നെ 5 ലിംക റെക്കോർഡ്സ്. ഓക്കെ. പിന്നെ ഈ ലിംക റെക്കോർഡ് എന്തിലൊക്കെയാണ്? ലിംക ഒന്ന് ഫസ്റ്റ് എനിക്ക് കിട്ടിയത് വെണ്ടയ്ക്ക് കിട്ടി. അതിന് ശേഷം ഞങ്ങൾ ഒറ്റ ദിവസം ഞാൻ 3 റെക്കോർഡ് ഉണ്ടാക്കി. കാരണം എനിക്കൊരു കൃഷിയോട് അപ്പം തന്നെ മറ്റ് ഓരോ കാര്യങ്ങളുണ്ടായിരുന്നു. എനിക്ക് ഗോൾഫില്ലേ, നമ്മുടെ ഗോൾഫ് ബോൾ കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ വെറൈറ്റി ബോൾസും ഉണ്ടായിരുന്നു.
ഏറ്റവും കൂടുതൽ ഗോൾഫ് ബോൾ കളക്ട് ചെയ്ത ഒരു റെക്കോർഡും ഉണ്ട്. പിന്നെ അതിനോടൊപ്പം തന്നെ ഒരു നമ്മുടെ റെയിൻബോ മിൽക്കില്ലേ, അതിന് ടിന്ന് കളക്ഷൻ ചെയ്തിട്ട് ഞാനൊരു 7.5 മീറ്റർ ഹൈറ്റിൽ ഒരു ബുർജ് ഖലീഫ ഉണ്ടാക്കിയിരുന്നു. അതിങ്ങനെ അതിൻ്റെ കാൽക്കുലേഷനൊക്കെ നോക്കി പൊട്ടിച്ച് 7.5 മീറ്റർ ഹൈറ്റ്. അപ്പോൾ ആലോചിച്ചപ്പോൾ ഞാൻ വെച്ചപ്പോൾ ഇങ്ങനെ ഷാർജയിൽ വെച്ചിട്ട് 3 റെക്കോർഡ് ഒരു അറ്റംപ്റ്റ് ചെയ്യാന്ന് വെച്ചിട്ട് അങ്ങനെ ഒറ്റ ദിവസം 3 റെക്കോർഡ് അറ്റംപ്റ്റ് ചെയ്തു. ആ 3 ആക്സെപ്റ്റ് ചെയ്തു. അത് ഒറ്റ ദിവസം ആദ്യമായിട്ടാണ് ഒരാൾക്ക് 3 റെക്കോർഡ് കിട്ടും. ഗ്രേറ്റ്. ഫസ്റ്റ് ടൈം. അപ്പം നിങ്ങൾ കംപ്ലീറ്റ് റെക്കോർഡിൻ്റെ ആളാണ്. ഒരു കാലത്ത് എനിക്ക് അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്ന് വെച്ചാൽ എന്തെങ്കിലും വെറൈറ്റീസ് കൊണ്ടുവരും. ഞാൻ വെറൈറ്റി ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ. കാരണം അതാണ് ഞാൻ പറഞ്ഞല്ലോ, പച്ചക്കറികൾ കൃഷി ചെയ്യണമെങ്കിൽ നെൽകൃഷി ഇവിടെ ഫസ്റ്റ് വേല് സ്റ്റാർട്ട് ചെയ്യണതാണ്. അപ്പോൾ അത് കുറച്ച് ഹാർഡ് വർക്ക് എങ്ങനെ എത്രയോ ഹാർഡ് വർക്ക് ചെയ്തിട്ട് റിസൾട്ട് കിട്ടുമ്പോണ്ടല്ലോ അത് ഭയങ്കര സന്തോഷമാണ്. അങ്ങനത്തെ ഒരു ഹാർഡ് വർക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന പിന്നെ വെറൈറ്റീസ് ആയിട്ട് സംഭവം കൊണ്ടുവരണം എനിക്ക് ഇഷ്ടമുള്ള ആളാണ്. വളരെ സന്തോഷം കേട്ടോ. ഈ റെക്കോർഡ് കിട്ടി എന്നുള്ള ആ വിവരം അന്നത്തെ മാധ്യമങ്ങളിലൊക്കെ വന്നതാണ്. പക്ഷെ അതുപോലെ തന്നെ അതിനുവേണ്ടി ഇത്രയും എന്താണ് നമ്മൾ പരിശ്രമിച്ചാൽ മാത്രമേ നമുക്ക് നേടിയെടുക്കാൻ പറ്റൂ. നമ്മൾ ബുർജ് ഖലീഫ ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ നമുക്ക് റെയിൻബോ മിൽക്ക് ടിന്നെ ഉപയോഗിച്ച് കളയുന്ന റെയിൻബോ മിൽക്കാണ്. അപ്പോൾ അതാണ് നമ്മൾ ആ ഒരു പോയിന്റ്. കാരണം നമ്മൾ ഈ കഫ്തീരികളിൽ നിന്ന് ചായക്കടയിൽ നിന്നൊക്കെ അവർ കളയുന്ന ഡസ്റ്റ്ബിനിൽ കൊണ്ടിടും രാത്രി. പക്ഷെ അത് രാത്രി പോയിട്ട് ഞാൻ കളക്ട് ചെയ്തു. അത് ചിലപ്പോൾ 10 കിട്ടുക, ചിലപ്പോൾ 50 കിട്ടും. അങ്ങനെ പല കഫ്തീരിയകളിൽ നിന്ന് ബാക്കിൽ നിന്ന് പോയിട്ട് അതൊക്കെ കളക്ട് ചെയ്തിട്ട് കൊണ്ടുവച്ചിട്ട് അതിൻ്റെ മുകളിലുള്ള ലേബിളുണ്ടല്ലോ, ടിന്നിൻ്റെ മുകളിൽ റെയിൻബോ മിൽക്ക് ഇതിൽ. പക്ഷെ ഇങ്ങനെ പറിച്ചാൽ പോരില്ല, അത് ഒറ്റ പറിച്ചലിൽ പോരില്ല. അപ്പം നമ്മളത് അത് വെള്ളത്തിലുകൊണ്ട് ഇട്ട് നല്ല കുതിർത്ത് അതിനുശേഷം എടുത്ത് മാറ്റിയാൽ ആ ടിന്നിൻ്റെ മാത്രം കറക്റ്റ് കിട്ടും. എന്നിട്ട് ആ ടിന്നുകൾ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് 7500 ടിന്ന് ഉണ്ടാക്കി. ഓ അത് ശരി. അത് 7.5 മീറ്റർ ഹൈറ്റും ഉണ്ട്. എന്നാലോചിക്ക് ഒരു എനിക്ക് ഒരു ഫ്ലോർ രണ്ടാമത്തെ ഫ്ലോറിൻ്റെ അത്രയ്ക്കും അതിൻ്റെ ഹൈറ്റ് വരും. അങ്ങനെ മാത്രമല്ല അതിൻ്റെ ബുർജ് ഖലീഫയുടെ പ്രപ്പോസലൊക്കെ കറക്റ്റ് നോക്കി ഓരോ സ്റ്റെപ്പ് ആയിട്ടാണ് സ്ട്രക്ചർ കറക്റ്റ് മുകളിലോട്ട് പോയിട്ടാണ് അങ്ങനെ ബുർജ് ഖലീഫ ഉണ്ടാക്കിയത്. പിന്നെ ഗോൾഫ് കളക്ഷൻസ് പറയുമ്പോൾ തന്നെ പല വെറൈറ്റി ബോൾസ്, വേൾഡിലുള്ള വെറൈറ്റി ഗോൾഫിൻ്റെ ബോൾ കളക്ട് ചെയ്തിട്ട് വെച്ചിട്ടാണ്. അത് ഇതുപോലെ ഞങ്ങളുടെ ഷാജഹാൻ അടിച്ചിട്ട് അടുത്ത് എനിക്ക് അവിടെ ഗോൾഫിൻ്റെ ഒരു കോർട്ട് ഉണ്ടായിരുന്നു ഗ്രൗണ്ടിന്. അവിടെ കളി കാണാൻ പോകും. അങ്ങനെ കണ്ട് എനിക്ക് മനസ്സിൽ തോന്നിയൊരു ആശയമാണ് അങ്ങനെ ഗോൾഫ് കളക്ഷൻസ് നല്ലതാണല്ലോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ രണ്ടും കളക്ട് ചെയ്തു. ലാർജസ്റ്റ് ഗോൾഫിൻ്റെ കളക്ഷൻസും പിന്നെ വെറൈറ്റി കളക്ഷനും കൂടി. അങ്ങനെ ബുർജ് ഖലീഫയൊക്കെ ഒറ്റ ദിവസം 3 റെക്കോർഡ് കിട്ടിയത്. അത് കൃഷി ചെയ്യുന്നതിന് മാറി വേറിട്ടൊരു സംഭവമാണ്. വളരെ വ്യത്യസ്തമായ കാര്യങ്ങളാണ്. ഒരു കർഷകൻ, അതായത് ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ നേരെ അതിൽ നിന്ന് കർഷകനിലേക്ക് എത്തുന്നു. ആ കർഷകന്റെ തന്നെ ഉള്ളിലുള്ള കുറേ കഴിവുകൾ വെറുതെയിരിക്കാറില്ല, എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കും. അതാണ് മെയിൻ. അതായിട്ട് പിന്നെ അതുപോലെ തന്നെ ഡോക്ടറേറ്റ് കിട്ടിയിരുന്നു എനിക്ക്. ഗിന്നസ് കിട്ടിയതിന് ശേഷമാണ് എനിക്ക്. അത് ഏത് വർഷമാണ്? അത് ഈ 2018 2018 ലാസ്റ്റ് കിട്ടി എനിക്ക്. ഈ ഗിന്നസ് കിട്ടിയതിന് ശേഷമാണ് എനിക്ക് ഡോക്ടറേറ്റ്. എന്താ പറയാ, പ്രതീക്ഷിക്കാത്ത ഒരുപാട്. പുസ്തകം എഴുതിയായിരുന്നോ? പുസ്തകം ഞാൻ എഴുതി പബ്ലിഷ് ചെയ്തിട്ടില്ല. ഇപ്പോഴും ഞാൻ മോനോട് പറയാറുണ്ട്. കാരണം എനിക്കൊന്ന് ആലോചിക്കുന്നുണ്ട് ഈ വർഷത്തെ ബുക്ക് ഫെയറിലൊന്ന് നോക്കാം. ഞാൻ കൃഷിയുടെ അറിവുകൾ ഒരുപാട് ആൾക്കാർക്ക് താല്പര്യമുള്ള ഒരു മേഖലയാണല്ലോ കൃഷി. അപ്പോൾ അതിൻ്റെ നമുക്ക് അറിയുന്ന അറിവുകൾ ഒരു ബുക്കാക്കുക, ഒരു പുസ്തകത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു ഞാൻ എഴുതി കുറച്ച് ഇങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നു. മനസ്സിലുള്ളൊരു ആഗ്രഹമാണ്, ചെയ്യാൻ പറ്റുന്നതായിരിക്കുന്നു. സുധീഷ് ഗുരുവായൂരുമായിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ ഒരുപാട് വിഷയങ്ങളിലേക്കാണ് പോകുന്നത്. കർഷകൻ എന്നതിലുപരി അദ്ദേഹം വന്ന വഴികൾ, കിട്ടിയ അവാർഡുകൾ, അങ്ങനെ നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് തീരുന്നില്ല, നമുക്ക് വീണ്ടും തുടരാം. ഓക്കെ, താങ്ക് യു.